മനുഷ്യന്റെ ജീവിതം എത്രത്തോളം ദുസ്സഹമാകാൻ പറ്റും? ജനിക്കും മുമ്പ് പിതാവ് നഷ്ടപ്പെട്ടു, യതീമായി വളർന്നു. 6-ാം വയസ്സിൽ മാതാവും വിട പറഞ്ഞു. എങ്കിലും സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരായി, അല്ലമീനായി. ഹജറുൽ അസദ് പ്രശ്നത്തിൽ അംഗീകരിക്കപ്പെട്ട തീരുമാനമെടുക്കാൻ മാത്രം ജനസമ്മതനായി. ഇതിനിടയിൽ നുബുവത്തിന്റെ ദൗത്യമേൽപ്പിക്കപ്പെട്ടു. അതോടെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവൻ ബദ്ധവൈരിയായി മാറി. പിന്നീട് യുദ്ധങ്ങൾ, നഷ്ടങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, എന്തിന് പിറന്ന മണ്ണിൽ നിന്ന് തന്നെ ആട്ടിയോടിക്കപ്പെട്ടു. ത്വായിഫിൽ അഭയം തേടി. അവിടത്തുകാരും കല്ലെറിഞ്ഞാക്രമിച്ചു. പിന്നീട് മദീനയിലെത്തി. അങ്ങനെ അവസാനം മക്ക വിജയവേളയിൽ തനിക്ക് മുന്നിൽ കീഴടങ്ങി നിൽക്കുന്ന മക്ക മുശ്രിക്കുകളോട് റസൂൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അപ്പോൾ അവരുടെ മറുപടി, അൻത അഖുൻ കരീമുൻ വ ഇബ്നു അഖിൻ കരീമിൻ. അതെ, ഇതാണ് മുഹമ്മദ് എന്ന വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത്. തന്നെ അങ്ങേയറ്റം ദ്രോഹിച്ചിട്ടും ദ്രോഹിച്ചവരോട് തനിക്ക് അധികാരം കയ്യിൽ കിട്ടിയപ്പോഴുണ്ടായ റസൂലിന്റെ സമീപനമാണ് റസൂലിനെ ലോകാംഗീകൃതനാക്കിയത്. ക്ലേശകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാം അള്ളാഹുവിൽ നിന്ന് എന്ന ഉത്തമ ബോധ്യമാണ് റസൂലിന് ധൈര്യം പകർന്നത്. തങ്ങൾ പറയുന്നുണ്ടല്ലോ, അദ്ദബനി റബ്ബി വ അഹ്സന തഅദീബി. അതെ, പടച്ച റബ്ബ് അങ്ങേയറ്റം സ്നേഹിച്ച റസൂലിന്റെ കഥയാണ് ഈ പറഞ്ഞത്. പിന്നെന്തിനു നമ്മൾ ഭയക്കണം? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ആവലാതിപ്പെടണം.